അൻവറിന്റെ പ്രതികരണം വരുന്നു. അൻവറിന്റെ വാക്ക്. ഇല്ല, പുതിയ മുന്നണി എന്ന് പറയുന്നത് ഇന്നലെയാണല്ലോ നമ്മൾ മത്സരിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ മണ്ഡലത്തിലെ പല ആളുകളുടെയും താല്പര്യപ്രകാരമാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ ഡ്യൂട്ടി പ്രതിപക്ഷ നേതാവ് ചെയ്യാത്തതാണല്ലോ ഇതിലെ ഒരു വിഷയം. ഞാൻ പറഞ്ഞു വന്ന പിണറായിസത്തെ എതിർക്കാൻ നേതൃത്വം നൽകേണ്ട പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം പിണറായിയോടൊപ്പം നിന്നുകൊണ്ട് പിണറായിസത്തിനെതിരെ ഞാൻ ഉയർത്തിയ മുദ്രാവാക്യം തകർക്കാനുള്ള ശ്രമമാണ് എന്ന് ഇന്നലെ വാതിലടച്ചോടുകൂടി നിലമ്പൂരിലെ ജനങ്ങൾക്കും കേരളത്തിലെ ജനങ്ങൾക്കും ബോധ്യപ്പെട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വൈകുന്നേരമുണ്ടായ ഒരുപാട് ചെറുകിട സംഘടനകൾ, പ്രത്യേകിച്ചും എന്താ പറയുക, കാർഷിക മേഖലയിലുള്ള ആളുകൾ, തൊഴിൽ മേഖലയിലുള്ള സംഘടനകൾ, വ്യാപാര മേഖലയിലുള്ള ചെറുകിട സംഘടനകൾ, സാമൂഹിക സാംസ്കാരിക സംഘടനകൾ, ജീവകാരുണ്യ പ്രവർത്തനം വളരെ വലിയ രീതിയിൽ നടക്കുന്ന നിലമ്പൂർ നിങ്ങൾക്കറിയാം. ഇവരുടെയൊക്കെ ഒരു ആവശ്യമായിരുന്നു ഒരു ജനകീയ പ്രതിരോധ പ്രതിപക്ഷ മുന്നണി ഉണ്ടാക്കണമെന്ന്. അവരുടെയൊക്കെ താല്പര്യപ്രകാരം തന്നെയാണ് ഒരു മുന്നണിയുടെ കീഴിൽ മത്സരിക്കുക എന്ന തീരുമാനമുണ്ടായത്. അതുകൊണ്ട് നിലമ്പൂരിൽ നമ്മൾ ഉയർത്തുന്ന രാഷ്ട്രീയ മുദ്രാവാക്യം അത് ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണിയുടേതായിരിക്കും. എങ്ങനെ ചിഹ്നം നമ്മൾ 2 ചിഹ്നം, അതായത് AITC ഇവിടെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു ടെക്നിക്കൽ പ്രശ്നമുണ്ട്. അത് ഇവർ എന്താ പറയുക, AITCയിൽ നിന്നുള്ള ലീഗൽ ഒപ്പീനിയൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 2ഉം കൊടുക്കാൻ പറയുന്നുണ്ട്. ഒന്ന് സ്വതന്ത്രനായും കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും കാരണവശാൽ AITCയുടെ തള്ളുകയാണെങ്കിൽ സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കും. അതിൽ ചിഹ്നത്തിൻ്റെ പ്രിഫറൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതെ, അതൊരു ടെക്നിക്കൽ വിഷയമാണ്, ഒരു ക്ലാരിഫിക്കേഷൻ ഇല്ലാത്ത ഒരു വിഷയമായി നിൽക്കുകയാണ്. അല്ല, അതിൽ രാഷ്ട്രീയ പാർട്ടികൾ, അതിൽ ജനങ്ങളാണ് വിവിധ. ഞാനീ പറഞ്ഞില്ലേ, ഇപ്പോൾ അവിടുത്തെ സ്ഥിതി എന്താ? ബഹുമാനപ്പെട്ട അബ്ദുൾ ഹമീദ് MLA, അദ്ദേഹം ആരാ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറിയാണ്. അദ്ദേഹം ഇപ്പോൾ തൊട്ടടുത്ത് വാർത്ത ചോദിച്ചത് നിങ്ങൾ ലേഖകരോട് എന്താ പറഞ്ഞിട്ടുള്ളത്? അങ്ങേയറ്റം മുസ്ലിം, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാൻ ഓർക്കുന്നത്, മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും പാണക്കാട് ബഹുമാന്യനായ സാദിഖ് അലി തങ്ങളും, അദ്ദേഹം ഹജ്ജിന് പോയിരിക്കുകയാണ്. അവിടുന്ന് പോലും അവർ വലിയ ഇടപെടലുകൾ നടത്തി അൻവറിനോട് നീതി പുലർത്തേണ്ടതായിരുന്നു എന്ന് ധ്വനിക്കുന്ന രീതിയിലല്ലേ അദ്ദേഹം പറഞ്ഞത്? ഇതൊരു വസ്തുതയല്ലേ? ആരെയും ബഹുമാനിക്കില്ല, അഹങ്കാരത്തിന് കയ്യും കാലും വെക്കുക നമ്മൾ കേൾക്കേണ്ടത്. അതും വിട്ട് ഒരു ഹിറ്റ്ലറിസത്തിലേക്ക് അദ്ദേഹം പോയി എന്ന് ഞാൻ പറഞ്ഞു. കൃത്യമായൊരു ഹിറ്റ്ലറിൻ്റെ രൂപമായി UDFനെ അടക്കി വാഴുകയാണ്. ഞാൻ ഇന്നലെയും പറഞ്ഞതുപോലെ 40 കൊല്ലം മുമ്പ് ഈ പറയുന്ന K കരുണാകരൻ്റെയും ഒപ്പം കേരളത്തിൽ മന്ത്രിയായിട്ടുള്ള ബഹുമാന്യനായ ലീഗിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടി സാഹിബിന് പോലും ഒരു പുല്ല് വില കൽപ്പിക്കാതെ, കോൺഗ്രസ് ആർക്കും KC വേണുഗോപാലിന് പോലും അദ്ദേഹത്തിൻ്റെ മുന്നിൽ അദ്ദേഹം പ്രയാസപ്പെട്ടെന്ന് നമ്മൾ കണ്ടതാണല്ലോ. കോഴിക്കോട് എന്നെ കാണാം, ഈ പ്രശ്നങ്ങൾ തീർക്കാമെന്ന് പറഞ്ഞ് ഞാനിവിടുന്ന് പുറപ്പെട്ട് അവിടെ പോയി 3 മണിക്കൂറോളം 5 മണി തൊട്ട് 8 മണി വരെ ഞാൻ കാത്തിരുന്നതാണ്. കാത്തിരുന്നതിന് കുഴപ്പമില്ല, അദ്ദേഹത്തെ പോലെ ആളെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ എന്നിട്ട് പോലും കാണാൻ സമ്മതിക്കാതിരുന്നത് അദ്ദേഹം രാജി ഭീഷണിയാണ് മുഴക്കിയത്. അദ്ദേഹം രാജിവെക്കുകയാണ് നല്ലത്. ഈ UDF നേതൃത്വം രക്ഷപ്പെടണമെങ്കിൽ ഇപ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ പറയുന്ന VD സതീശൻ്റെ ഇന്നെടുത്തുകൊണ്ടിരിക്കുന്ന റോള് 26-ലെ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി. ഇതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ശരീരത്തിലും മനസ്സിലും ഒക്കെ അഹങ്കാരമാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയാകുമ്പോൾ കൈപൊന്തിക്കാനുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും കേരളത്തിൽ സീറ്റ്. അവസാനം ഇവിടെ ഉണ്ടായത് അതാണല്ലോ. ഒരു കുടിയേറ്റ കർഷകനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാൻ നിൽക്കുന്ന ഘട്ടം അവസാന നിമിഷം വരെ, തലേന്ന് വരെ എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താണ്? അതിലൊരു മാറ്റമില്ല, ഞങ്ങൾക്ക് ആ കാര്യം അറിയാം. അപ്പോൾ എന്തുകൊണ്ട് കുടിയേറ്റ കർഷകനായ ജോയിയെ മാറ്റി? ജോയി അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിലല്ല. ജോയി വിജയിച്ചു വന്ന് 2026-ലെ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ആ സീറ്റിന് ക്ലെയിം ഉണ്ടാകും. സ്വാഭാവികമായും വീണ്ടും ഒരുപക്ഷെ അദ്ദേഹം അവിടെ വിജയിച്ചേക്കാം. അപ്പോൾ നിയമസഭാ സാമാജികരുടെ എണ്ണം AICC എടുക്കുമ്പോൾ ജോയി VD സതീശന് കൈ പൊക്കില്ല. അതും ഇതിലൊരു വിഷയമാണ്. അപ്പോൾ എത്ര ഭൂരിപക്ഷം കുറഞ്ഞാലും പരാജയപ്പെട്ടാലും പുള്ളിക്കെതിരെ കൈ പൊക്കുന്ന ഒരാളവിടെ ഉണ്ടാകാൻ പാടില്ല. അത് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ആംഗിളാണ്. മറുഭാഗത്ത് അദ്ദേഹത്തെ തോൽപ്പിക്കുമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ
വിവരം. ദൂതൻ വഴി അദ്ദേഹത്തോട് പോയി സംസാരിച്ചത് പറവൂരിലെ കഴിഞ്ഞ 2020 തൊട്ടുള്ള ഓപ്പോസിറ്റ് സ്ഥാനാർത്ഥിയെ നിങ്ങൾ പരിശോധിച്ചാൽ കാണാം. അത് CPIയുടെ വളരെ ദുർബലനായ സ്ഥാനാർത്ഥിയാണ്. CPM ആ സീറ്റ് ഏറ്റെടുത്ത് കേരളത്തിൻ്റെ നിയമസഭ കാണില്ല, അൻവറിനെ കൂട്ടിയാൽ കേരളത്തിൻ്റെ നിയമസഭ VD സതീശൻ കാണില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ പിന്നെ അദ്ദേഹം എന്ത് ചെയ്യും? അദ്ദേഹം കാണില്ല എന്ന് നമുക്ക് ഉറപ്പാണല്ലോ. അപ്പോൾ ഈ 2 ആംഗിളിലാണ് എന്നെ തടസ്സപ്പെട്ടത്. അത് കേരളത്തിലെ ജനങ്ങൾ അത് കൃത്യമായി മനസ്സിലാക്കും. ഞാൻ ഉയർത്തിയ പിണറായിസം, ഞാൻ ഉയർത്തിയ CPMൻ്റെ കുടുംബാധിപത്യം, ഞാൻ ഉയർത്തിയ CPM എന്ന് പറയാൻ പറ്റില്ല, പിണറായിയുടെ കുടുംബാധിപത്യം, മരിമോനിസം, ആ പാർട്ടിക്കകത്തുള്ള വിഷയങ്ങൾ, ഇതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തന്നെ വ്യക്തിഹത്യ നടത്താനാണ്. പല രീതിയിലുള്ള പ്രൊഫൈലുകളിൽ നിന്ന് ഇഷ്ടം പോലെ വ്യക്തിഹത്യ മെസ്സേജുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ ഞാനതിനെ പ്രതിരോധിക്കും. ഞാൻ നിലമ്പൂർ അങ്ങാടിയിൽ ടെലിവിഷൻ എടുത്തു വെച്ചിട്ട് ഇവരൊക്കെ കാട്ടിക്കൂട്ടിയ പലതും എൻ്റെ കയ്യിലുണ്ട്. ഇവർ പറയുന്നത് പോലെ ഞാൻ തെളിവടിസ്ഥാനത്തിലായിരിക്കും ഞാൻ പുറത്തു വിടുക. ഇവർക്കൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഈ പറയുന്ന VD സതീശനായാലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മുഹമ്മദ് റിയാസ് ആയാലും ആര്യാടൻ ഷൗക്കത്തായാലും തലയിൽ മുണ്ടിട്ട് നിലമ്പൂരിൽ നിന്ന് ഓടി ഒളിക്കേണ്ട ഗതികേടിലേക്ക് പോകും. ഞാനത് ഒരു വാണിംഗ് ആയിട്ട് തന്നെ പറയാണ്. ഇതിൻ്റെ പിന്നിൽ കംപ്ലീറ്റ് പ്രവർത്തിക്കുന്ന വ്യക്തിഹത്യ നടത്തുന്നത് മുഹമ്മദ് റിയാസിൻ്റെയും ആര്യാടൻ ഷൗക്കത്തിൻ്റെയും നേതൃത്വത്തിലാണ്. അതൊരു പരിധി കഴിഞ്ഞാൽ എനിക്ക് അതിനെ പ്രതിരോധിക്കേണ്ടി വരും. മുഹമ്മദ് റിയാസ് കേരളത്തിലെ നവകേരള സദസ്സ് നിങ്ങൾക്കറിയാം, കോടിക്കണക്കിന് രൂപ ഞങ്ങൾക്കൊക്കെ ചിലവ് വന്നാൽ ഞങ്ങൾ പിരിവിട്ട് എനിക്കതിന് മുകളിൽ 50 ലക്ഷം കടമെന്നാണ് ഞാൻ. ഓരോ നിയോജക മണ്ഡലത്തിലും ആ നിയോജക മണ്ഡലത്തിലെ കമ്മിറ്റിക്കായിരുന്നു 140 മണ്ഡലങ്ങളിലും ആ പരിപാടി നടത്താനും അതിന് കലക്ഷൻ നടത്താനും ഒരാൾക്കും ഒരു പൈസയും ആരും കൊടുത്തിട്ടില്ല. ഇപ്പോൾ കേരളത്തിലെ മുഴുവൻ കോൺട്രാക്ടർമാരിൽ നിന്നും നവകേരള സദസ്സിൻ്റെ പേരിൽ കോടാനകോടി ഉറുപ്പിക ഈ പറയുന്ന മുഹമ്മദ് റിയാസ് എന്ന PWD മന്ത്രി പിരിച്ചതിൻ്റെ വീഡിയോകളും അദ്ദേഹം നേരിട്ട് സംസാരിച്ച ഫോൺ കോളുകളും അദ്ദേഹത്തിൻ്റെ PS-ഉം അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയും അദ്ദേഹത്തിൻ്റെ വളരെ വേണ്ടപ്പെട്ടവരും പല കോൺട്രാക്ടർമാരിൽ നിന്നും ബലമായി പൈസ പിരിച്ചതിൻ്റെ ഫോൺ കോളുകൾ എല്ലാം കേരളത്തിൽ ഞാൻ വിടും. എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത്. ഞാൻ വ്യക്തിഹത്യ നടത്താനല്ല ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുന്നത്. ആ രീതിയിലാണ് പോകാൻ അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ തരത്തിൽ തന്നെ അതിനെ തിരിച്ചടിക്കുമെന്ന് ഈ 3 മുന്നണികളോട് 3 നേതാക്കന്മാരോടും CPM-നോട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലമ്പൂരിലെ CPM നേതൃത്വം ചില ആളുകൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. 1500 കോടി നിലമ്പൂരിൽ നിന്ന് അടിച്ചുപോയ ഒരു നിഷാദിനെ പ്രതി ചേർത്ത് തുറങ്കലിലടക്കാൻ ഞാൻ ശ്രമിച്ചപ്പോൾ ഞാൻ പരാജയപ്പെട്ടത് എങ്ങനെയാണ് എന്ന് നിലമ്പൂരിലെ CPM-ൻ്റെ ചില നേതാക്കന്മാർക്കറിയാം. ഇതൊന്നും എന്നെക്കൊണ്ട് അവിടെ പറയിപ്പിക്കരുത്. ഇപ്പോൾ അവസാനമായി കാരാട്ട് കുറീസ് മുങ്ങിപ്പോയതാണ്. ഈ പാവപ്പെട്ട മനുഷ്യർ 12,500 കോടിയോളം രൂപയാണ് നിലമ്പൂരിൽ നിന്ന് ഈ 2 സംഘങ്ങളും അടിച്ചു മാറ്റിയത്. 5000-ഉം 16,000-ഉം സ്വരൂപിച്ച് കൂടുതലും സ്ത്രീകളാണ് ഈ പദ്ധതികളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. അവരെയൊക്കെ കബളിപ്പിച്ചതിൻ്റെ കഥകൾ നിലമ്പൂരിലെ ജനങ്ങളോട് പച്ചയായി പറയേണ്ടി വരും. അതുകൊണ്ട് വ്യക്തിഹത്യ നിങ്ങൾക്ക് അവസാനിപ്പിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് ചെറിയ ഒരു റിക്വസ്റ്റ് പറഞ്ഞു വിടുകയാണ്. ഇന്നലെ മുഖ്യമന്ത്രി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് ആദ്യം പറഞ്ഞത് തന്നെ PV അൻവർ വഞ്ചിച്ചു എന്നാണ്. MV ജയരാജൻ ഇന്നും അതേ കാര്യമാണ് പറയുന്നത്, അൻവർ വഞ്ചിച്ചു. ഇത്തരത്തിലൊരു വഞ്ചകൻ എന്ന തരത്തിലൊരു പ്രചാരണമാണ് CPM അഴിച്ചുവിടുന്നത്. എങ്ങനെ പ്രതിരോധിക്കുന്നതിന്? മുഖ്യമന്ത്രി പറഞ്ഞ പ്രസംഗത്തിലെ ചില വാക്കുകൾ ഞാൻ കേട്ടു. എനിക്കത് കൃത്യമായി കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ കൃത്യമായി ഇന്ന് ഈ നോമിനേഷൻ കൊടുത്ത് ഈ തിരക്ക് കഴിഞ്ഞ് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾക്ക് നാളെ നിലമ്പൂരിൽ പത്രസമ്മേളനം വിളിച്ച് കൃത്യം ഇത് മാത്രമൊന്നുമല്ല പറഞ്ഞത് പലതുമുണ്ട്. കറിവേപ്പിലയായി എടുത്തു കളഞ്ഞില്ലെന്ന് എങ്ങനെയാണ് അദ്ദേഹം പറയുക? UDF-മായി ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പം 3 ദിവസങ്ങൾക്ക് മുമ്പ് സതീശൻ വാതിലടക്കുന്നതിൻ്റെ 3 ദിവസം മുമ്പ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എങ്ങനെയാണ് PV അൻവറിനെ കറിവേപ്പിലയായി എടുത്ത് കളഞ്ഞില്ലേ എന്ന് പറഞ്ഞത്? അപ്പോൾ എന്നെ കളയുമെന്നുള്ള വിവരം അദ്ദേഹത്തിന് എവിടുന്നാണ് കിട്ടിയത്? എവിടുന്ന് കിട്ടി? ആരാണ് അദ്ദേഹത്തിന് ഈ ഉറപ്പ് കൊടുത്തത്? മുഖ്യമന്ത്രി മറുപടി പറയണ്ടേ? ഒരൊറ്റ കാര്യം ഞാൻ ഇപ്പോൾ സൂചിപ്പിക്കുന്നുള്ളൂ. മറ്റു കാര്യങ്ങൾ നാളെ ഞാൻ കൃത്യമായ പത്രസമ്മേളനം വിളിക്കുന്നുണ്ട്, നിങ്ങളോട് പറയും. ഒറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നോമിനേഷൻ ഞങ്ങൾ കൊടുക്കുമ്പോൾ എൻ്റെ കൂടെ വരുന്നത് ഞങ്ങളെ പ്രധാനപ്പെട്ട നേതാക്കളോ സാമൂഹിക നേതാക്കളോ സാമൂഹിക നേതാക്കളൊന്നുമില്ല. ഇന്നലെ കൂട്ടായി ഞങ്ങളെടുത്ത തീരുമാനം കേരളത്തിൻ്റെ മലയോര മേഖലയിലെ കർഷകരെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു സാധു കർഷകനുണ്ടാകും, ഒരു വഴിയോര കച്ചവടക്കാരുണ്ടാകും, ഇവിടുത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി. ഈ 3 തൊഴിലാളികളാണ് ഒരു നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പം സ്ഥാനാർത്ഥിയുടെ കൂടെ 3 പേരാണ് പോകാനുണ്ടാവുക.
അല്ലാത്ത ഇവിടുത്തെ ഒരു ടാറ്റയോ ബെർലയോ അദാനിയോ ഒന്നുമില്ല. അദാനിയായിട്ടൊന്നും നമ്മൾക്കൊരു പാർട്ട്ണർഷിപ്പും ഇല്ല. എൻ്റെ പാർട്ട്ണർഷിപ്പ് ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളാണ്. ആ പാർട്ട്ണർമാരായിരിക്കും എൻ്റെ കൂടെ നോമിനേഷൻ കൊടുക്കാൻ പോകണ്ടാവും. ഈ അമീർ മാഷ് ഉൾപ്പെടെ ചർച്ച വേണമെന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലീഗിൻ്റെ ഒക്കെ ഇടപെടൽ ഇനിയും ഉണ്ടാവുകയാണ്. എന്തെങ്കിലും സാധ്യതകൾ ഇനിയും അവശേഷിക്കുന്നുണ്ടോ? എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ഇനി ഞാൻ മരിച്ചു വീഴണം, മനസ്സിലായില്ലേ? ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഞാൻ നിങ്ങളെ മുന്നിൽ ഇവിടുന്ന് ബിസ്മിയിൽ ഇറങ്ങാൻ പോവുക. ഈ ഇറക്കം ഇത് ഈ തെരഞ്ഞെടുപ്പ് ഗോതയിൽ നിന്ന് കയറുന്നവരെ വോട്ടിംഗ് 19 തീയതി വൈകുന്നേരം 5 മണി വരെ എനിക്ക് ജീവനുണ്ടെങ്കിൽ ആ ഗോതയിൽ ഞാൻ ഉണ്ടാകും. അത്രയേ ഉള്ളൂ. അമീദ് മാഷ് പറയുന്നതും ഈ പറയുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞതും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതും ഒക്കെ ഒന്നാണ്. എന്താണ് ഈ പിണറായി അവസാനിക്കുന്നത്? രാഹുലിനെ കുറിച്ച് ഇപ്പോൾ ഇന്നലെ വേറൊരുത്തൻ പറയുന്നത് കേട്ടു. അല്ല, ആരെനിക്കറിയില്ല, പറഞ്ഞത് കേട്ടു. പറഞ്ഞത് ശരിയാണെങ്കിൽ അൻവർ വിളിച്ചു വരുത്തിയതാണെന്ന്. ഞാൻ വിളിച്ചു വരുത്തിയതല്ല, അദ്ദേഹം ഒളിച്ചു വന്നതുമല്ല. അദ്ദേഹം എന്നെ വിളിച്ച് എൻ്റെ സൗഹൃദം, അദ്ദേഹവുമായി എനിക്ക് സൗഹൃദമുണ്ട്, എനിക്കൊന്ന് നിങ്ങളെ കാണണം, നിങ്ങൾ വരൂ എന്ന് പറഞ്ഞു. ഈ കൊലായി മുഴുവൻ ഇതേപോലെ ആളുകൾ നിൽക്കുന്ന പച്ച വെളിച്ചത്തിലാണ് അദ്ദേഹം വന്നത്. അദ്ദേഹം തലയിൽ മുണ്ടിട്ടൊന്നുമല്ല വന്നത്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തെ കൂടി വെറുതെ അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റി കൂടി ഷാഫിക്ക് നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ വെട്ടലാണല്ലോ ഞാൻ അടുത്ത പണി. ഇതാണല്ലോ കോൺഗ്രസിലെ പരിപാടി. ഇതല്ലേ, വെട്ടലാണല്ലോ. ഒരാൾ കയറുന്നുണ്ട് പറഞ്ഞാൽ പണ്ട് എന്താ പറയുക, കേരളത്തിൽ നിന്ന് ഇൻ്റർനാഷണൽ ഒരു എക്സിബിഷന് പോയ സമയത്ത് ഒരുപാട് കടൽ ജീവികളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കുപ്പിയിൽ ഇങ്ങനെ 3-4 ഞണ്ടുകൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു, ഇത് ഇന്ത്യയിൽ നിന്ന് കേരളത്തിലാണെന്നാണ്. അതെന്ത് എത്ര പെട്ടെന്ന് നിങ്ങൾക്കിത് മനസ്സിലായി ചോദിച്ചപ്പോൾ അടിയിലെ ഞണ്ട് മറ്റേ മുകളിലെ ഞണ്ടിനെ വലിച്ച് താഴെ ഇടാൻ ശ്രമിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് കോൺഗ്രസ്. ഇനി ആ രാഹുൽ മാങ്കൂട്ടത്തിനെ വെട്ടണം ഷാഫിക്ക്. അതിന് എന്തിനങ്ങനെ കളവ് പറയുന്നത്? ഷാഫി അങ്ങനെ പറയാൻ പാടുണ്ടോ? രാജ്യത്തിൻ്റെ പാർലമെൻറ്റിലൊക്കെ അദ്ദേഹം എടുക്കുന്ന നിലപാടുകളൊക്കെ ഇപ്പോൾ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. മാസങ്ങൾക്ക് മുമ്പ് വന്ന ബില്ലിൻ്റെ കാര്യത്തിൽ അദ്ദേഹം നടത്തിയ എന്താണ് ഞാൻ പറയണോ? അപ്പം അങ്ങനെയൊന്നും ആരും പറയണ്ട. പറഞ്ഞാൽ പറയുന്നതിൽ വസ്തുതയുണ്ടാകും. ഒരടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ വസ്തുതയും തെളിവും നിരത്തിക്കൊണ്ട് PV അൻവർ സംസാരിക്കും. അത്രേ പറയാനുള്ളൂ. പ്രതിപക്ഷമായി നിൽക്കുമ്പോഴാണ് വീണ്ടും ഒരു പ്രതിപക്ഷ മുന്നണി എന്ന് പറഞ്ഞ് രൂപീകരിക്കുന്നത്. അപ്പോൾ UDF ഇല്ലേ ഇവിടെ പ്രതിപക്ഷമായിട്ട്? അല്ല, UDF ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ. ഈ പറയുന്ന VD സതീശൻ, ഈ പറയുന്ന പിണറായിയുടെ നിഴലായി നിൽക്കുന്ന VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള ഒരു UDF എന്തർത്ഥം? അദ്ദേഹം ആ നേതൃത്വത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം TMCയും ഞങ്ങളും അതിലേക്ക് ഇല്ല എന്നാണ് പറഞ്ഞത്. അത് നമുക്ക് കാണാം. ഇന്ന് VV പ്രകാശിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ടോ? ഞാൻ പലരുടെയും വീട്ടിലേക്ക് വോട്ട് ചെയ്യിക്കണമല്ലോ. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു VV പ്രകാശ്. 2016 ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുകയും പരാജയപ്പെടുകയും ചെയ്തു അല്ലേ? 2021 DCC പ്രസിഡൻ്റായിരുന്ന എൻ്റെ കോളേജ് മേറ്റായിട്ടുള്ള എൻ്റെ സുഹൃത്തായിട്ടുള്ള VD സതീശനായിരുന്നു, VV പ്രകാശായിരുന്നു മത്സരിച്ചിരുന്നത്. അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ കേരളത്തിലെ ആരൊക്കെയായിരുന്നു ആര്യാടൻ്റെ വീട്ടിൽ പോയിരുന്നു നിങ്ങൾക്കറിയാലോ. അങ്ങനെ അനുനയിപ്പിച്ച് എല്ലാം സെറ്റിലായി എന്ന് നിങ്ങൾ വാർത്ത കൊടുത്ത് UDFൻ്റെ ആദ്യത്തെ പൊതുയോഗത്തിലേക്ക് പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഷൗക്കത്ത് കയറി വരുമ്പോൾ ബഹുമാനിച്ചിട്ട് എൻ്റെ സുഹൃത്ത് ഈ പറയുന്ന VV പ്രകാശ് ഇറങ്ങിച്ചെന്ന് കൈ കൊടുത്തപ്പോൾ കൈ തട്ടിപ്പോയവനാണ് ഈ പറയുന്ന ആര്യാടൻ ഷൗക്കത്ത്. അതൊന്നും നിലമ്പൂരിലെ കോൺഗ്രസ്സുകാർ അത്ര എളുപ്പം മറക്കുമെന്ന് നോക്കണ്ട. അദ്ദേഹത്തിൻ്റെ മരണം അദ്ദേഹം ഹൃദയം പൊട്ടി മരിച്ചതാണ്. അതിന് കാരണക്കാരൻ ഇദ്ദേഹം കൊടുത്ത അങ്ങേയറ്റത്തെ പ്രഷറാണ് എന്ന് വിശ്വസിക്കുന്ന ഭാര്യയും മക്കളും അച്ഛനും അമ്മയുള്ള വീടാണത്. മനസ്സിലായില്ലേ? ആ വീട്ടിൽ ഞാൻ പോകാതിരിക്കുമോ? ഞാൻ നോമിനേഷൻ കൊടുത്താൽ ആദ്യം പോയിട്ട് അവരോട് തന്നെയല്ലേ ഞാൻ വോട്ട് ചോദിക്കേണ്ടത്. ഞാനന്ന് ആഫ്രിക്കയിലാണ്, തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൻ്റെ തലേ ദിവസമാണ്. ആഫ്രിക്കയിൽ നിന്ന് ഇവിടെ എത്തണമെങ്കിൽ 36 മണിക്കൂറൊന്ന് വിമാനത്തിലിരിക്കണം. ആ വിമാനം ഇറങ്ങി 1.5 ദിവസം ഉറക്കൊഴിച്ച് എയർപോർട്ടിൽ നിന്നും ഞാൻ ആ ഇട്ട ഡ്രസ്സിലാണ് ആ വീട്ടിലേക്ക് പോയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു എന്നോട് എന്താ പറഞ്ഞറിയോ? ഇദ്ദേഹം മരിച്ച ദിവസം രാത്രി 1:30 മണിക്കാണ് വിവരം കിട്ടിയിട്ട് മഞ്ചേരി മലബാർ ഹോസ്പിറ്റലിൽ ഇദ്ദേഹം വരുന്നത്. ഈ ബോഡി കണ്ടതിന് ശേഷം അദ്ദേഹം കുറച്ച് മാറി നിന്ന് ഫോണിൽ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. ആരാ പറഞ്ഞത്? ഇദ്ദേഹത്തിൻ്റെ ഉറ്റ ബന്ധു, ഒരേ രക്തം, ഫോണിൽ സംസാരിക്കുന്നു. അങ്ങനെ ചിരിച്ചുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് ഒരു വണ്ടിയും വലയും നീങ്ങിയല്ലോ എന്ന സന്തോഷത്തിൽ 10 മിനിറ്റ് കഴിഞ്ഞ് ആ ആശുപത്രിയിൽ നിന്ന് പോവുകയാണ്. പിന്നെ ഈ ശരീരമെടുക്കാനുള്ള
ആശുപത്രിയിലെ പ്രൊസീജിയറെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്കെത്തി രാവിലെ 7:30 മണിക്ക് ഈ പറയുന്ന വ്യക്തി വരുന്നു. എൻ്റെ വാക്കല്ല കേട്ടോ, അദ്ദേഹത്തിൻ്റെ ബന്ധുവിൻ്റെ വാക്കാ. അപ്പോൾ എന്താ പറഞ്ഞറിയോ? രാവിലെ മറ്റൊരു ഷർട്ട്, അത് കഴിഞ്ഞ് വൈകുന്നേരത്തെ അനുശോചന യോഗത്തിൽ അദ്ദേഹം കുളിച്ച് കുട്ടപ്പനായി വരുമ്പോൾ മറ്റൊരു ഷർട്ട്, അദ്ദേഹത്തിൻ്റെ വാക്കാണ്. അപ്പോൾ എങ്ങനെയാണ് അൻവർക്ക ഇങ്ങനെ സാധിക്കുക? അദ്ദേഹം ആസ്വദിക്കുകയല്ലേ, ഏട്ടനെ ഞങ്ങളെയും കൊന്നതല്ലേ എന്ന് വിശ്വസിക്കുന്നു ആ കുടുംബം. മനസ്സിലായോ? ആ കുടുംബത്തിൻ്റെ വേദന നിലമ്പൂരിലെ കോൺഗ്രസ്സുകാർ കാണാതിരിക്കുമോ? ആ കുടുംബം കാണാതിരിക്കുമോ? അപ്പോൾ ആ വീട്ടിൽ ഞാൻ പോവില്ലേ? കുടുംബത്തിന്റെ അനുമതിയോടെയാണോ പോകുന്നത്? കുടുംബം എന്ത് വോട്ട് ചോദിക്കാൻ ഏത് സ്ഥാനാർത്ഥിക്ക് ഏത് വീട്ടിലും പോകാൻ പറ്റില്ലേ? ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, DCC പ്രസിഡൻ്റാണല്ലോ, അദ്ദേഹം വോട്ട് ചോദിച്ച് ഈ പറയുന്ന നിങ്ങളൊക്കെ കൊട്ടിഘോഷിക്കുന്ന എന്താ പറയുക കേരളത്തിൻ്റെ സാംസ്കാരിക സാമൂഹിക നായകൻ ആ വീട്ടിലൊന്ന് പോയി വോട്ട് ചോദിക്കുമോ? അതിന് ധൈര്യമുണ്ടോ? ഇതുവരെ പോയിട്ടില്ലല്ലോ. ഇനി PV അൻവർ പറഞ്ഞിട്ട് പോവല്ലേ എനിക്കറിയില്ല. ആ പോയാൽ അതിൻ്റെ വിവരം അതിൻ്റെ അകത്തുനിന്ന് അറിയുകയും ചെയ്യും. എന്തേ ആ വീട്ടിലേക്ക് പോലും പോകാൻ കഴിയാത്തത്? അത് നിലമ്പൂരിലെ കോൺഗ്രസ്സുകാർക്ക് അറിയാം. അതവരാലോചിക്കട്ടെ. ഞാൻ പോകും, ഞാൻ വോട്ട് ചോദിക്കാൻ പോകും. ഞാനൊരു ആദ്യത്തെ വോട്ട് ആ വീട്ടിൽ നിന്നാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. PV അൻവറിൻ്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. അൻവറും വ്യക്തമാക്കുന്നു താൻ ഇനി UDF-ലേക്കില്ല. ഒപ്പം പുതിയ മുന്നണി പ്രഖ്യാപനം നടത്തിയെങ്കിൽ കൂടി അതിൽ ഒരു മുന്നണി സ്വഭാവത്തിലല്ല, മറിച്ച് സാധാരണക്കാരുടെ പിന്തുണ തനിക്കൊപ്പം ഉണ്ടാകുമെന്നതാണ്. ഒപ്പം VD സതീശനെ അടക്കം കടന്നാക്രമിക്കുന്ന രീതിയിൽ തന്നെയാണ് അൻവർ നിൽക്കുന്നത്. അൻവറും പോർമുഖത്തേക്കാണ്, കടുത്ത പ്രതിയോഗിതാനും നടത്തുമെന്നതാണ്. ഇനി താൻ തെരഞ്ഞെടുപ്പിൽ പോളിംഗിന് ശേഷമേ തിരികെ വരുള്ളൂ. അതിശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് ഇറങ്ങുന്നു എന്ന അൻവറിന്റെ പ്രഖ്യാപനമുണ്ട്. നിലമ്പൂർ മുമ്പെങ്ങും കാണാത്ത തരത്തിലുള്ള രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് മാറുകയാണ്. CB അനുമോദ് ചേരുന്നു. അനുമോദ് ചോദിച്ചിരുന്നു ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളാണ് അൻവറിനൊപ്പമുള്ളത്. ഒരു മുന്നണി എന്ന് പറയുമ്പോൾ അതിനെന്താണ് സാങ്കേതികത, എന്താണ് അതുകൊണ്ട് പുള്ളി ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ടോ ഇപ്പോഴും?